السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد. എനിക്കെന്നോടുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തോടുള്ള, നഫ്സിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മനസ്സിനെ രോധിക്കണം. എനിക്കേറ്റവും ഇഷ്ടം ഞാനും എൻ്റെ ആശകളുമാണെങ്കിൽ, നിങ്ങൾക്കേറ്റവും പ്രിയങ്കരമായത് നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമാണെങ്കിൽ, ഒരു കാലത്തും അല്ലാഹുവിനെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അവനോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ ഖൽബിൽ അല്പം പോലും കടന്നു വരികയും ഇല്ല. അതുകൊണ്ട് ആദ്യം സ്വീകരിക്കേണ്ട നടപടി അവനവനോടുള്ള സ്നേഹം, അവനവനോടുള്ള പരിധിവിട്ട ആശ, ആ ആശയിൽ നിന്ന് മനസ്സിനെ രോധിച്ചെടുക്കണം. ഒരാൾക്ക് അവൻ തന്നെയാണ് വലുതെങ്കിൽ, എനിക്ക് ഞാൻ തന്നെയാണ് വലുതെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് വലുതെങ്കിൽ, നിങ്ങളും ഞാനും പറയുന്ന, പ്രഖ്യാപിക്കുന്ന അല്ലാഹു അക്ബർ എന്ന തക്ബീർ കളവായിരിക്കും. എന്തുകൊണ്ട്? പലപ്പോഴും അല്ലാഹുവിനേക്കാൾ നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ വികാരങ്ങളെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നതും മേലെ ഉയർത്തിവെക്കുന്നതും. നാം നമ്മിലെ വികാരങ്ങളെ ഉയർത്തിവെച്ച് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോ വാസ്തവത്തിൽ ആ അല്ലാഹു അക്ബർ കളവാണ്. മാന്യതയുടെയും പരിശുദ്ധിയുടെയും മൂടുപടമണിഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് മുഴക്കുമ്പോ ആ തസ്ബീഹും കളവാകും. എങ്ങനെ? അവനെ തന്നെയാണ് പരിശുദ്ധനാക്കുന്നത്. അവൻ പരിശുദ്ധനാണെന്നാണ് അവന്റെ അവകാശവാദം. യാഥാർത്ഥ്യത്തിൽ വാസ്തവത്തിൽ അവന്റെ കൽബകം കച്ചറയാണ്, മാലിന്യ കൂമ്പാരമാണ്. എന്നിട്ട് അവനെ തന്നെ പരിശുദ്ധനാക്കിയിട്ട് നാവുകൊണ്ട് പറയുന്നു സുബ്ഹാനല്ലാഹ്, അല്ലാഹുവാണ് പരിശുദ്ധനെന്ന്. ഇവിടെയും കളവ് കടന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈമാൻ ഉറച്ചു കിട്ടാനും നമുക്കുള്ള ഈമാനിന് ചൈതന്യമുണ്ടാകാനും റബ്ബു തആലയോട് സ്നേഹബന്ധം പുലർത്തിയിട്ട് ആ റബ്ബുമായി അടുക്കാനും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ മാനസിക ശുദ്ധിയാണ്, പവിത്രമായ സ്വഭാവമാണ്. വിജയത്തിന്റെ അടിസ്ഥാനം അതാണ്. ആത്മീയ പുരോഗതിയുടെ ആദ്യത്തെ പടവ് അതാണ്, മാനസിക ശുദ്ധിയാണ്. അതില്ലാതെ നമ്മൾ എത്ര പണിപ്പെട്ടിട്ടും പ്രയാസപ്പെട്ടിട്ടും കർമ്മങ്ങൾ കൊണ്ട്
സജീവമാക്കിയിട്ടും യാതൊരു കാര്യവും ഇല്ല തന്നെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, സലാസുൻ മല്ലം തകുൻ ഫീഹി ഔ വാഹിദത്തും മിൻഹുന്ന ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലിഹി. സലാസത്തുൻ മല്ലം തകുൻ ഫീഹി, മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഇല്ലെങ്കിൽ, മൂന്ന് ഗുണങ്ങൾ ഒരാളിൽ ഇല്ലെങ്കിൽ, ഔ വാഹിദത്തും മിൻഹുന്ന, അല്ലെങ്കിൽ ആ മൂന്നിൽ ഏതെങ്കിലും ഒരു ഗുണം ഇല്ലെങ്കിൽ, ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലിഹി, അവന്റെ കർമ്മങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല. അവന്റെ നമസ്കാരത്തിന് വിലയില്ല, അവന്റെ നോമ്പിന് വിലയില്ല, അവന്റെ ഹജ്ജിനും ഉംറക്കും ദാനധർമ്മങ്ങൾക്കും പരിശ്രമത്തിനും യാതൊരു വിലയും അല്ലാഹുവിങ്കൽ ഇല്ല. മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ഗുണങ്ങൾ ഒരുവനിൽ ഇല്ലെങ്കിൽ, ഒരാളിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ, ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലി, അവന്റെ അമൽ കണ്ടിട്ട് നിങ്ങൾ ആരും ആശ്ചര്യപ്പെടണ്ട. അവന്റെ അമൽ പരിഗണിക്കപ്പെടാവുന്നത് അല്ല. വെറുതെയാണ് അമല്, വെറുതെയാണ് അമല്. ഏതാണ് മൂന്ന് ഗുണങ്ങൾ? തഖ്വാ തഹ്ജുസുഹു അൻ മഅസില്ലാഹ്. ഒന്നതാണ് തഖ്വാ തഹ്ജുസുഹു അൻ മഅസില്ലാഹ്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്ന സൂക്ഷ്മത. അല്ലാഹു പാപങ്ങളാക്കി നിശ്ചയിച്ച കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ജാഗ്രത, അതാണൊന്ന് തഖ്വ. അല്ലാഹുവിനോടുള്ള സൂക്ഷ്മത, അവന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള സൂക്ഷ്മത, അത് വേണം. ഒരു ഭാഗത്ത് പള്ള നിറച്ച് തെറ്റ് ചെയ്യാൻ, മറ്റേ ഭാഗത്തോ അമലങ്ങനെ ചെയ്യാം. ചങ്ങാതി, നീ ഇങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, എന്നാ നിസ്കാരം കൂടി അങ്ങോട്ട് നിർത്തുക, മറ്റേതേതായാലും നിർത്താൻ പറ്റൂല. അങ്ങനെയല്ല. തഖ്വാ തഹ്ജുസുഹു അൻ മഅസില്ലാഹ്, ഒന്നതാണ്. രണ്ട്, ഹിൽമുൻ യകുഫു ബിഹി സഫീഹ, നല്ല മനുഷ്യന്മാർ ചീത്ത ആളുകളുമായിട്ടും ബന്ധപ്പെടും, ഇടപഴകും. നല്ല ആളുകൾ വിഡ്ഢികളുമായി ഇടപഴകേണ്ടി വരും, തമ്മാടികളുമായി ഇടപഴകേണ്ടി വരും. ഹിൽമുൻ യകുഫു ബിഹി സഫീഹ, വിഡ്ഢികളോട് പെരുമാറാനുള്ള വിവേകം, വിഡ്ഢികളോട് കാണിക്കേണ്ട സഹിഷ്ണുത, അവരോട് കാണിക്കേണ്ട മാനസിക പക്വത, അതുണ്ടാകണം. മൂന്ന്, വഖുലുഖുൻ യഈശു ബിഹി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് അവൻ പരിശുദ്ധ സ്വഭാവത്തോടു കൂടെയായിരിക്കും. ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടുമ്പോൾ പരിശുദ്ധ സ്വഭാവം. ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലെങ്കിൽ, അതിൽ ഒന്നുപോലും ഒരാളില്ലെങ്കിൽ, ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലി, ജനങ്ങളുമായി ഇടപഴകുമ്പോൾ മാന്യമായ പെരുമാറ്റം, അത് വെറുതെ കഴിയൂല. ഇവിടെ നന്നാകുമ്പോഴേ, കൽബ് നന്നാകുമ്പോഴേ പുറത്തേക്കത് ബഹിർ പ്രകടിക്കുകയുള്ളൂ. അതിന് സാധിക്കണമെങ്കിൽ ആന്തരികമായ വിശുദ്ധി വേണം, സ്വഭാവശുദ്ധി വേണം. ഇതുള്ളവരുടെ അമലാണ് സ്വീകരിക്കുക. മഹാനായ അബൂ യസീദുൽ ബിസ്താമി എന്ന ജ്ഞാനിയുടെ ഉദ്ധരണി കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ, 30 വർഷമല്ല 300 വർഷം പകൽ മുഴുവൻ വ്രതം കൊണ്ട് സജീവമാക്കിയാലും, രാവുകൾ മുഴുവൻ നമസ്കാരം കൊണ്ട് സജീവമാക്കിയാലും, അത് 30 എന്നല്ല 300 വർഷം പരിശ്രമിച്ചാലും അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ, അവനെ കുറിച്ചുള്ള മഅരിഫത്തിന്റെ അണുത്തൂക്കം പോലും ഈ മനുഷ്യന് ലഭിക്കുകയില്ല. ഏത് മനുഷ്യന്? 300 വർഷം അധ്വാനിച്ച മനുഷ്യന് അണുത്തൂക്കം പടച്ചവനോട് സ്നേഹം ഉണ്ടാകൂല. എന്താ കാരണം? ഹദീസിൽ പറഞ്ഞ ഈ യോഗ്യത ഇല്ലാതെയായി പോയത് തന്നെ കാരണം.
അപ്പൊ ഈ യോഗ്യത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കാനുള്ള മാർഗമാണ് മുജാഹദ. പറഞ്ഞല്ലോ കഴിഞ്ഞയാഴ്ച മുജാഹദയുടെ ചില രൂപങ്ങളും ഉദാഹരണങ്ങളും നിങ്ങൾ കേട്ടു. എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനുള്ള മാർഗം, നമ്മിലുള്ള അഴുക്കുകളെ കഴുകി വൃത്തിയാക്കാനുള്ള മാർഗം, നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ള മാർഗം, നമ്മിലുള്ള ഭയാനകമായ രോഗങ്ങൾക്കുള്ള ഒറ്റമൂലി പ്രയോഗം. അത് കുറച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ അല്ലേ? നമ്മിലുള്ള മൃഗീയ ഗുണങ്ങളെ തകർക്കാൻ, മനുഷ്യനിലെ മോശപ്പെട്ട വികാര വിചാരങ്ങളെ തകർക്കാൻ മഹാന്മാർ കണ്ടെത്തിയ മുജാഹദയുടെ പ്രധാന രൂപമാണ് ഇദ്ലാലുൻ നഫ്സ്. സ്വന്തത്തെ തന്നെ ഇടിച്ചു താഴ്ത്തുക, സ്വന്തത്തെ തന്നെ നിന്ദിക്കുക. ആര് നിന്ദിക്കുക? ഞാൻ തന്നെ എന്നെ നിന്ദിക്കുക, ഞാൻ തന്നെ എന്റെ നിസാരത്തെ എനിക്ക് ബോധ്യമാക്കി കൊടുക്കുക, ഞാൻ തന്നെ എന്റെ നിന്ദ്യതയെ എനിക്ക് ബോധ്യമാക്കുക. ഇതാണ് ഇദ്ലാലുൻ നഫ്സ്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് ചരിത്രങ്ങളിലൂടെയായി മഹാന്മാർ നമുക്ക് ഈ വിഷയത്തിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇദ്ലാലുൻ നഫ്സ് അല്ലേ? ഞാനും നിങ്ങളും എണീറ്റ് നടക്കുന്നത് വയറിൽ കാഷ്ടമുള്ളത് കൊണ്ടല്ലേ? അതങ്ങ് പോയാ പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റൂ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ നിന്ദ്യതകൾ മനസ്സിലാക്കുമ്പോ നാം ഒരിക്കലും പൊങ്ങുകയില്ല. അന അക്ബർ, ഞാൻ തന്നെ വലുത് എന്ന സമീപനം ഉണ്ടാവുകയില്ല, എന്ന തോന്നൽ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അതിനെന്ത് വേണം? മറ്റുള്ളവരെ കൊണ്ട് നീ നിന്നെ നിന്ദിപ്പിക്കുന്നതിന് പകരം നീ തന്നെ നിന്റെ നിന്ദ്യത മനസ്സിലാക്കുന്ന തരത്തിൽ പെരുമാറുകയും അതിനു വേണ്ട രീതികൾ സ്വീകരിക്കുകയും ചെയ്യലാണ് അതിനുള്ള മാർഗം. തസവ്വുഫിന്റെ ഇമാം, ആത്മസംസ്കരണ ശാസ്ത്രത്തിന്റെ ഇമാമായ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലയുടെ ഗുരുവായ ഇബ്നുൽ ഖുറൈബി എന്ന പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ചരിത്രത്തിൽ കാണുന്നു. ആരാണ്? നമ്മുടെ തസവ്വുഫിന്റെ ഇമാമിന്റെ ഉസ്താദ് ഇബ്നുൽ ഖുറൈബി റഹിമഹുല്ലാ. മഹാജ്ഞാനിയാണ്, വലിയാണ്, ആരിഫാണ്, ലോകം കണ്ട മുഹിബ്ബുകളിലെ പ്രധാനിയാണ്. റബ്ബിനെ സ്നേഹിച്ച് മറ്റുള്ളതെല്ലാം ത്യജിച്ച് നിലകൊണ്ട മഹാനാണ് ഇബ്നുൽ ഖുറൈബി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ചരിത്രം ഏത്? ഇദ്ലാലുൻ നഫ്സിനൊരു ചരിത്രം. സ്വന്തത്തിന് എനിക്ക് എന്റെ നിന്ദ്യത മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുറവുകളും പോരായ്മകളും ബലഹീനതയും ബോധ്യമാകാനുള്ള ട്രീറ്റ്മെന്റ്. ഇദ്ലാലുൻ നഫ്സ്, നഫ്സിനെ പുച്ഛമാക്കുക, നിന്ദിക്കുക, സ്വന്തത്തെ തന്നെ സ്വന്തം നിന്ദിക്കുക. ഇബ്നുൽ ഖുറൈബിയുടെ ചരിത്രത്തിൽ ദഅഹു റജുലുൻ ഇലാ തആമിൻ സലാസ മർറാത്ത്. ആ മഹാനെ അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഭക്ഷണമുണ്ടാക്കി, ഞാൻ നിങ്ങളെ സൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. സലാസമറ, 3 തവണ. എന്റെ വീട്ടിൽ സദ്യയുണ്ട്, ഞാൻ നിങ്ങളെ ഒന്ന് സൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്റെ ക്ഷണം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ അത് സുന്നത്താണല്ലോ. ലൗ ദുഈതും ഇലാ സിറാഇൻ ഔ ഖുറാഇൻ ലഅജബ്തും. സദ്യയുണ്ടാക്കി ക്ഷണം വന്നു കഴിഞ്ഞാൽ അജബ്തും, നിങ്ങൾ അതിന് ഉത്തരം നൽകണം, അതെന്റെ സുന്നത്താണെന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ വലിയ ഔലിയ പാപ്പയാണ്, അതുകൊണ്ട് എനിക്ക് അതിന് വരാൻ ഒഴിവിട്ടൂല എന്ന് പറയല്ല. ഇത് ഒഴിവില്ലെങ്കിൽ വസ്തുത പറയാം, എപ്പോ ഒഴിവില്ലുണ്ടാവുമ്പോ വരാന്ന് പറയാ അല്ലേ? ക്ഷണം സ്വീകരിക്കാമെന്ന് ഏറ്റ ആ മഹാൻ ഇബ്നുൽ ഖുറൈബി എന്ന ജ്ഞാനി ക്ഷണം സ്വീകരിച്ച് ക്ഷണിച്ച വ്യക്തിയുടെ വീട്ടുപടിക്കലെത്തി. എത്തിയപ്പോ എന്താ സംഭവിച്ചത്? സുമ്മ കാന യറുദ്ദുഹു സുമ്മ യസ്തദഈഹി. അവിടെ എത്തിയപ്പോ പറഞ്ഞു, ഇന്നിപ്പോ നടക്കൂല സൽക്കാരം, നിങ്ങൾ പോക്കോ, നമുക്ക് പിന്നെ ആക്കാന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും കൈമുട്ടി വിളിച്ചു പറഞ്ഞു, വരൂ, അല്ല വന്നതല്ലേ, ഇന്ന് തന്നെയാവട്ടെ സൽക്കാരം, വരൂ. അപ്പോഴും രണ്ടാമതും നടന്നു വരിക. മൂന്നാമതും വിളിച്ചു, നടന്നു വന്നു, തിരിച്ചയച്ചു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 4ാമത്തെ തവണ വിളിച്ചപ്പോഴും അപ്പോഴും വന്നു. എന്താ ഈ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം, ഞാനും നിങ്ങളും ആയി നോക്കണം അല്ലെ?
ചെന്നിട്ട് ആദ്യം വെള്ളം എല്ലാവർക്കും കൊടുത്തപ്പോ നിനക്ക് മാത്രം വെള്ളം മറന്നു തരാന്നാ. എന്നെ അവഗണിച്ചത് പണ്ട് ആ അങ്ങാടിയിൽ നിന്നുണ്ടായ വഴക്കിന്റെ കാരണമായിരിക്കും നമുക്ക്. പിന്നെ ക്ഷണിക്കാൻ നിർബന്ധിതനായിട്ട് അയൽവാസിയും ഒക്കെ ആണല്ലോ, കുടുംബമൊക്കെ ആണല്ലോ. അപ്പൊ കല്യാണത്തിന് ക്ഷണിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ക്ഷണിച്ചതാ, കണ്ടോ വെള്ളം തരാതെ ഇരിക്കുന്നുണ്ടോ, എന്നെ നിന്ദിക്കുകയാണ് അല്ലെ. ഇതങ്ങനെയല്ല, ബോധപൂർവം 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയും വിളിച്ചും ആവർത്തിച്ചു. 4ാമത്തെ തവണയായപ്പോ ക്ഷണിച്ച മനുഷ്യൻ ആ മഹാത്മാവിനോട് ഈ സംഭവത്തെ കുറിച്ച് ചോദിച്ചു. എന്താ നിങ്ങൾ ഇങ്ങനെ 3-4 തവണ ഞാൻ നിങ്ങളെ വിളിച്ചു മടക്കി, നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് അഭിമാന പ്രശ്നമില്ലേ? നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? നിങ്ങൾക്കൊരു വ്യക്തിത്വമില്ലേ? ഇങ്ങനെ ഞാൻ നിങ്ങളെ കുരങ്ങ് കളിപ്പിക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു മനപ്രയാസം പോലും ഇല്ലാത്തത്? എന്താ നിങ്ങൾ വരികയുള്ളൂ പിന്നെ വിളിക്കുമ്പോ? ഫഖാല, ആ മഹാത്മാവ് അതിന് കൊടുത്ത മറുപടി, ഇന്നി റിൽതു നഫ്സി അല ദുല്ലി 20 സന. എനിക്ക് അങ്ങനെ രോഷം വരുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു മനപ്രയാസം വരുന്നില്ല. എനിക്ക് ഒരു കാര്യത്തില് മാത്രമേ മനപ്രയാസമുള്ളൂ. പടച്ചോൻ എന്നെ ഒഴിവാക്കുവോ? അവന്റെ കൃപയുടെ നോട്ട എനിക്ക് കിട്ടാതെ പോകുമോ? അവന്റെ സ്വാലിഹീങ്ങളിൽ നിന്ന് എന്നെ അവൻ എടുത്തു മാറ്റുമോ? ഈ ഒരു ഭയവും ആശങ്കയും പേടിയും മാത്രമാണ് എനിക്കുള്ളത്. അല്ലാതെ നീ വിളിച്ചിട്ടെന്താ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. തിരിച്ചയച്ചിട്ടെന്താ, എനിക്കൊരു മനപ്രയാസമില്ല. എന്തുകൊണ്ട്? ഞാൻ എന്റെ സ്വന്തത്തോട് റിയാള നടത്തി, ഞാൻ എന്നെ പരിശീലിപ്പിച്ചു. 20 സന അല ദുല്ലി. 20 വർഷം ഞാൻ എന്റെ മനസ്സിനൊരു പരിശീലനം കൊടുക്കുകയായിരുന്നു, എന്റെ മനസ്സിനൊരു മരുന്ന് കൊടുക്കുകയായിരുന്നു. എന്തിനുള്ള മരുന്ന്? അലൽ ദുല്ലി, എന്റെ നിന്യത മനസ്സിലാക്കാനുള്ള മരുന്നും പ്രയോഗവും. ഞാൻ എന്റെ ദൗർബല്യം എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു 20 വർഷമായിട്ട്. 20 കൊല്ലം പണിയെടുത്തപ്പോ 1 വട്ടോ 2 വട്ടോ ഒന്നും പറ്റൂലട്ടോ. നിരന്തരം ഞാൻ എന്റെ നിന്യത എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ എന്റെ മനസ്സ് ഒരു നായയുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നു. ഒരു നായയുടെ അവസ്ഥയിലേക്ക് എന്റെ മനസ്സ് ഇറങ്ങി വന്നു. എങ്ങനെ? ആട്ടിയോടിച്ചാൽ ഫയന്തരിദു സുമ്മ യുദ്ആ ഫയുർമാ ലഹു അളുമുൻ ഫയർജിഉ. നായ എങ്ങനെ? ആട്ടി വിട്ടാൽ അങ്ങോട്ട് ഓടും, പിന്നെ ഒരു എല്ലും കഷ്ണം കാണിച്ചാൽ ഓടി വരും, പിന്നെയും ഓടിച്ചാലോ ഓടും, പിന്നെ എല്ലിൻ കഷ്ണം കാണിച്ചാ നായ വീണ്ടും തിരിച്ചു വരും. ഈ അവസ്ഥയിൽ എനിക്കെത്തിപ്പെടാൻ സാധിച്ചത് 20 വർഷത്തെ കഠിന പരിശ്രമം കൊണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ 4 വട്ടല്ലേ നീ എന്നെ കളിപ്പിച്ചത് അല്ലേ? ഫലൗ റദത്തനി 50 മറ, ഫലൗ റദത്തനി 50 മറ, 50 പ്രാവശ്യം നീ എന്നെ വിളിച്ചു മടക്കി എന്നെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചാലും 51ാമത്തെ തവണ നീ എന്നെ വിളിച്ചാലും ഞാൻ ഉത്തരം നൽകി നിന്റെ ചാരത്തേക്ക് വരും. അതിന് എനിക്ക് യാതൊരു കിബിറും എന്റെ മനസ്സിലില്ല. ആ കിബിറിനെയെല്ലാം അഹങ്കാരത്തെയെല്ലാം ഞാൻ 20 വർഷം കൊണ്ട് തച്ചുടച്ചിട്ടുണ്ട് മനസ്സിൽ നിന്ന്. എനിക്കത് പ്രയാസമല്ല. നിങ്ങൾ കുറച്ചൊക്കെ ഞാനിത് പറയണം. ഇതിന് എന്റെ കൽബിൽ ഇത് ഇറങ്ങാൻ വേണ്ടി. നിങ്ങളിത് നിരന്തരം കേൾക്കണം. നമ്മുടെ കിബിറു ഒഴുബൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി. മഹാന്മാരൊക്കെ രക്ഷപ്പെട്ടതേ മുജാഹദ കൊണ്ടാ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ സാധനത്തിനെ പോക്കാൻ കുറച്ച് പ്രയാസ. ഒരു നല്ല മനുഷ്യന് കിബിർ പോകും, അയാളെ ശഹ്വത്ത് കാമം പോകും, നല്ല മനുഷ്യനിൽ നിന്ന് ദേഷ്യം പോകും, നല്ല മനുഷ്യനിൽ നിന്ന് ആർത്തി പോകും. ഇതൊക്കെ പെട്ടെന്ന് പോകും. എന്നാലും പോകാതെ കൽബിന്റെ ഒരു മൂലയിൽ തങ്ങി നിൽക്കും ഒരാള് അൽ ഉജ്ബ്, ഞാനെന്ന തോന്നല്. എങ്ങനായാലും ഈ ഞാനവർകൾ എന്ന തോന്നൽ കൽബിന്റെ ഒരു അടിത്തട്ടിൽ ഉണ്ടാകും. നബിമാരുടെ ദറജ കഴിഞ്ഞാൽ അടുത്ത ദറജയാണ് സിദ്ദീഖ്
സിദ്ദീഖീങ്ങളുടെ ദറജ, അവരുടെ ഖൽബിൽ നിന്ന് പോലും അവസാനമാണ് ഉജ്ബ് പുറത്തു പോകുക. ഞാൻ എന്ന വിചാരം മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒടുവില അവർക്ക് ആദ്യം മറ്റു ദുസ്വഭാവങ്ങളൊക്കെ പോയിട്ട് ഇത് ഒടുവിനെ പോവുള്ളൂ. ഇത് പോക്കാനുള്ള പരിശ്രമം, അതാണ് അവരെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് കാണാം. മഹാനായ അബൂ ഉസ്മാൻ അൽ ഹീരി എന്ന ജ്ഞാനി, ഇതുപോലത്തെ ഒരു ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഇതുപോലെ സൽക്കരിക്കുമ്പോൾ തന്നെ ഗുരുവിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചപ്പോ വന്നപ്പോ അതെ ഡേറ്റ് തെറ്റിയതാ, പറഞ്ഞ് എന്റെ അടുത്ത് വന്ന തെറ്റോ കേട്ട നിങ്ങളുടെ അടുത്തുള്ള തെറ്റോ എന്ന് എനിക്കറിയില്ല, ഇന്നല്ല എന്റെ വീട്ടിലെ സൽക്കാരം, അതെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പൊക്കോളൂ. ഗുരുനാഥൻ തിരിച്ചങ്ങോട്ട് പോയി. കണ്ണിൽ നിന്ന് മറയാനായ അത്രയും ദൂരത്തെത്തിയപ്പോ ശിഷ്യൻ പിറകെ ഓടി വിളിച്ചു, ഏതായാലും ഉസ്താദ് വന്നതല്ലേ, അത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഉള്ളതും ഓണാക്കാം, നമുക്കൊരു സൽക്കാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നു. രണ്ടാമത് വന്നപ്പോ പറഞ്ഞു, ഉസ്താദിനെ പോലത്തെവരൊക്കെ സൽക്കരിക്കുമ്പോ ഈ ഒപ്പിക്കൽ സൽക്കാരം പറ്റൂലല്ലോ, അതുകൊണ്ട് ഇന്ന് വേണ്ട, ഉസ്താദ് പോയിക്കോളൂ. അപ്പോഴും ഉസ്താദ് പോയി. 3ാമത്തെ തവണ വിളിച്ചപ്പോ മുഖത്ത് യാതൊരു ഭാവഭേദവും കാണുന്നില്ല, മുഖത്തൊരു പ്രയാസവും കാണുന്നില്ല. മഹാനായ അബൂ ഉസ്മാന്റെ സുസ്മേര വദനം കണ്ടപ്പോ വിളിച്ച ശിഷ്യനായ മനുഷ്യൻ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, യാ ഉസ്താദ് ഇന്നമാ അറദ്തു അൻ അഖ്തബിറക. ഉസ്താദേ, ഞാനിപ്പോ സൽക്കാരം എന്നുള്ള നാടകം കളിച്ചത് അങ്ങയുടെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഫമാ അഹ്സന ഖുലുഖക, എന്തൊരു സ്വഭാവമാണ് ബഹുമാന്യരെ നിങ്ങൾക്കുള്ളത്, എന്തൊരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്, മഹിതമായ സ്വഭാവം തന്നെ. ഇത്രമാത്രം മനസ്സിന് വിശാലതയോ, ഇത്രമാത്രം ക്ഷമയോ, ഇത്രമാത്രം സഹനമോ. ഫമാ അഹ്സന ഖുലുഖക, നല്ല സ്വഭാവം തന്നെ. ഇത് കേട്ടപ്പോ എന്താ അബൂ ഉസ്മാൻ എന്നവര് പറഞ്ഞത്? അതല്ലേ മോനെ ഞാൻ, അങ്ങനെയല്ല പറഞ്ഞത്. ഇത് ഇങ്ങനെ 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടേ ദേഷ്യം പിടിക്കണില്ല, ആ മുഖത്ത് നിന്ന് ചിരി മായുന്നുമില്ല. ഈ അവസ്ഥ കണ്ടപ്പോ ഫമാ അഹ്സന ഖുലുഖക, അഭിവന്യ ഗുരു, നിങ്ങളുടെ സ്വഭാവം, ഇത്ര നല്ല സ്വഭാവം. ഇത് കേട്ടപ്പോ എന്താ മഹാൻ പറഞ്ഞത്? ഇതത്ര വലിയ സ്വഭാവം ഒന്നുമല്ല. ഇന്നല്ലദീ റഅയ്ത മിന്നീ ഹുവ ഖുലുഖുൽ കൽബ്, എന്നിൽ ഇപ്പോൾ നീ കണ്ട ഈ സംഭവം ഉണ്ടല്ലോ, ഇന്നല്ലദീ റഅയ്ത മിന്നീ ഹുവ ഖുലുഖുൽ കൽബ്, അത് ഇത്ര വലിയ പോരിഷുള്ള സ്വഭാവം ഒന്നുമല്ല, അതൊരു പട്ടിയുടെ സ്വഭാവാ. അതെ, ഇദാ ദുഇയ അജാബ വഇദാ സുജിറ ഇൻസജറ, ഇദാ ദുഇയ അജാബ വഇദാ സുജിറ ഇൻസജറ. പട്ടിക്കുണ്ടല്ലോ ആ സ്വഭാവം, വിളിച്ചാൽ വരികയും ഓടിച്ചാൽ ഓടുകയും, അങ്ങനെ പല ആവർത്തി വിളിക്കുകയും ഓടിക്കുകയും ചെയ്തിട്ട് അവസാനം പിന്നെ എല്ലിൻ കഷ്ണം കാണിച്ച് വിളിച്ചാൽ അപ്പോഴും പട്ടി വരും. ഇത് പട്ടിയുടെ സ്വഭാവം എന്നല്ലാതെ ഈ സ്വഭാവത്തിന് എന്തൊരു മഹാത്മ്യമാണ് നീ കണ്ടത്, അല്ലേ? ചില സൂഫി വര്യന്മാരുടെ ചരിത്രത്തിലുണ്ട്, പട്ടിയെ കണ്ടപ്പോ യാ സയ്യിദി എന്ന് വിളിച്ചത്. അറിയോ? ഇത് കേൾക്കുന്ന ആളുകള് ഈ വിളിച്ചവനെ എന്താക്കാൻ ശ്രമിക്കും, പട്ടിയേക്കാൾ തരം താന്ന വസ്തുവാക്കി ചിത്രീകരിക്കും, അല്ലെ? ഇതിനൊക്കെ അർത്ഥമുണ്ട്. സൂഫികളിൽ ചില ആളുകൾ പട്ടിയെ കണ്ടപ്പോ യാ സയ്യിദി, എന്താണ് അതിനർത്ഥം, അല്ലെ? ആ പട്ടി ഉള്ള ആ നിലവാരത്തിൽ ചില വിഷയത്തിൽ നമ്മൾ എത്തേണ്ടി വരും. അങ്ങോട്ട് എത്താൻ വേണ്ടി ശ്രമം നടത്തുമ്പോ ചിലപ്പോ പട്ടിയായിരിക്കണം നേതാവ്. ഇതൊന്നും ഇപ്പൊ പറയാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊരു ഉന്നതമായ സ്വഭാവമൊന്നുമല്ല, ഇത് വലിയ സ്വഭാവമായിട്ട് നീ കാണേണ്ടതുമില്ല. അവരിലെ റുജ്ബിനെ മാറ്റാൻ വേണ്ടി സ്വീകരിച്ച നടപടികൾക്ക് ഉദാഹരണമാണ് ഈ പറയുന്നതൊക്കെ. ജുനൈദുൽ ബഗ്ദാദിയുടെ ഗുരുവായ ഇബ്നുൽ ഖുറൈബിയുടെ ചരിത്രത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഖാല നസൽതു ഫീ മഹല്ല, ഞാനൊരിക്കൽ ഒരു നാട്ടിൽ ചെന്നിറങ്ങി. ആ മഹാൻ പറയാം, ഞാനൊരു നാട്ടിലെത്തി. ഫഉരിഫ്തു ഫീഹാ ബിസ്സലാഹ്, ഞാനൊരു നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയപ്പോ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് എന്നെ മഹാനാക്കി. ഇതാരറിയോ? ജുനൈദുൽ ബഗ്ദാദിന്റെ ഉസ്താദ, മാത്രല്ല വലിയ മഹാന എന്നും പറഞ്ഞിട്ട് ഫഉരിഫ്തു ഫീഹാ ബിസ്സലാഹ്, നന്മ കൊണ്ട് എനിക്കവിടെ പ്രസിദ്ധിയുണ്ടായി.
അവർക്ക് ഞാൻ പ്രിയപ്പെട്ടവനായി, അവരുടെ കൂട്ടത്തിലെ നേതാവും മഹാനുമായി ഞാൻ ചിത്രീകരിക്കപ്പെട്ടു. ആര് പറയാ? ഇബ്നുൽ ഖുറൈബി പറയാം, ഞാനൊരു നാട്ടിൽ ചെന്നപ്പോ അവരൊക്കെ പാടെ കൂടിയിട്ട് എന്നെ നേതാവും മഹാനുമാക്കി. എനിക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രശംസയുടെ താരാട്ട് കേട്ടപ്പോ എനിക്കെന്തെന്നില്ലാത്ത മനപ്രയാസം. അവരെല്ലാവരും കൂടി എന്നെ ആദരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് മനസ്സിൽ വന്നു. അവരെല്ലാവരും എന്നെ വന്ദിക്കുന്നത് കണ്ടപ്പോ എനിക്കെന്തെന്നില്ലാത്ത മനപ്രയാസമുണ്ടായി. എന്റെ ലക്ഷ്യം ബഹുമാനാദരവുകൾ സമ്പാദിക്കലല്ല, പേരും പ്രസിദ്ധിയും ഉണ്ടാക്കലല്ല, സമൂഹത്തിന്റെ ലീഡർഷിപ്പ് ആശിക്കലല്ല, അവരുടെ പ്രശംസയും അവരുടെ അഭിനന്ദനങ്ങളും കിട്ടലല്ല. അതൊന്നും അല്ല എന്റെ ലക്ഷ്യം. അത് കിട്ടുമ്പോ ഞാൻ അതിലങ്ങ് മതിമറന്നു പോകുമെന്നുള്ള പേടിയൊക്കെ പാടെ എനിക്ക് വല്ലാത്ത പ്രയാസമായി. നാട്ടുകാരെന്നെ മഹാനാക്കിയപ്പോഴേ, സ്വലാഹ് കൊണ്ട് ഞാൻ അവിടെ പ്രസിദ്ധനായപ്പോ എനിക്കത് പ്രയാസായി. പടച്ചോനെ, ഇതിന്നൊന്ന് രക്ഷപ്പെടണല്ലോ, അതിനെന്തും മരുന്നാപ്പ സ്വീകരിക്കുക. ആലോചിച്ചോ. ആ ആലോചനയിൽ ചിന്തയിൽ ഒരു രൂപം വ്യക്തമായി. ഫദഖൽതുൽ ഹമ്മാമ ഫഅദൽതു ഇലാ സിയാബിൻ ഫാഖിറ ഫസരിഖ്തുഹാ സുമ്മ ലബിസ്തുഹാ. അവിടെ ഒരു പൊതു ബാത്റൂം ഉണ്ട്, ഒരു പൊതുവായ കുളിപ്പര. ആ കുളിപ്പരയിൽ നാട്ടുകാരൊക്കെ വന്ന് കുളിക്കും. ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് വസ്ത്രങ്ങൾ ആളുകൾ അഴിച്ചു വെച്ച് കുളിക്കാൻ ഹമ്മാമിലേക്ക് കയറിയിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു മേത്തരം വസ്ത്രം എന്റെ കണ്ണിൽ പതിഞ്ഞു, മുന്തിയ ഒരു വസ്ത്രം. അത് കണ്ടപ്പോ ഞാനാ മുന്തിയ വസ്ത്രം മോഷ്ടിച്ചു. സുമ്മ ലബിസ്തുഹാ, ഞാനാ മുന്തിയ വസ്ത്രമണിഞ്ഞു. സുമ്മ ലബിസ്തു ഫൗഖഹാ മർതിഅതി, എന്നിട്ട് എന്റെ കഷ്ണം വെച്ച കീറി പഴകിയ ആ വസ്ത്രം, ആ പുതിയ മേത്തരം വസ്ത്രത്തിന്റെ മേലെ ഞാൻ പുതച്ചു. അവിടെ ഉണ്ടായിരുന്നൊരു മുന്തിയ വസ്ത്രം കുപ്പായം ഇട്ടിട്ട് ധരിച്ചിട്ട് അതിന്റെ മീതെ എന്റെ ആ പഴയ കുപ്പായം, അതുകൊണ്ട് ആ തുണി കൊണ്ട് ഞാൻ പുതച്ചിട്ട് ഞാൻ അവിടുന്ന് പതുക്കെ, പെട്ടെന്നൊരു കള്ളൻ ചാടുന്നത് പോലെ ചാടിയില്ല, പയ്യെ ആ ബാത്റൂമിൽ നിന്ന്, ആ കുളിക്കുന്ന ഭാഗത്ത് നിന്ന് പതുക്കെ അങ്ങോട്ട് പിറകിലേക്ക് പോന്നിട്ട് പയ്യെ ഞാൻ നടന്നു. എന്തിനാ? ആളുകൾ വരണം, പിടിക്കണം. ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. കുളിപ്പുരയിൽ കുളിക്കാൻ കയറിയ ആളുകൾ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അക്കൂട്ടത്തിൽ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം കാണാനില്ല. ഇപ്പൊ കേറിയിട്ടുള്ളല്ലോ കുളിക്കാന്, കള്ളൻ അടുത്തെങ്ങാനും ഉണ്ടാകും. അങ്ങനെ ദൂരെ ഇന്നത്തെ പോലെ കാർ എടുത്ത് 120 സ്പീഡിൽ ഓടാനൊന്നും പറ്റൂല. അവര് പരതി ഇറങ്ങി. അവരെന്നെ കണ്ടുമുട്ടി. എന്റെ മേലെ ഞാൻ പുതച്ച എന്റെ പഴയ വസ്ത്രം അവർ എടുത്തു മാറ്റി. നഷ്ടപ്പെട്ട ആ വസ്ത്രം എന്നിൽ നിന്ന് അവർ പിടിച്ചു വാങ്ങി. മാത്രമല്ല ആ നാട്ടുകാരിൽ നിന്ന് എനിക്ക് നല്ല അടി കിട്ടി. നീയാണടാ കള്ളൻ ഔലിയ. ഒരു സാധാ കള്ളൻ കക്കുക എന്നുണ്ടെങ്കിൽ ആളുകൾ കൈ വെക്കൽ കുറക്കും. പക്ഷെ ഔലിയപ്പാപ്പിയും മൂലിയർക്കാക്കിയും കക്കുകയാണെങ്കിലോ സ്പെഷ്യൽ കള്ളുകുടിയന്മാരെ അടിയും കൂടിയും കിട്ടും, വാങ്ങേണ്ടി വരും. അതേയുള്ള ചരിത്രം അല്ലേ, നമ്മൾ കണ്ടല്ലോ അങ്ങനെയല്ലേ. അപ്പോ നീയാണോടോ വലിയ സ്വലാഹിന്റെ ആളായിട്ട് കേട്ടത്. നല്ല അടി കിട്ടി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിനുശേഷം എനിക്കൊരു ടൈറ്റിൽ നെയിം, എനിക്കൊരു സ്ഥാനപ്പേര് കിട്ടി ആ നാട്ടില്, ലിസ്സുൽ ഹമ്മാം, ബാത്റൂമിലെ കള്ളൻ. എന്ത് സുഖം അറിയത് കേട്ടിട്ട്, എനിക്ക് എന്തൊരു സന്തോഷം അത് കേട്ടിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാ അവരിതൊക്കെ കേൾക്കണേ? ഇത് കേട്ടിട്ട് ഇന്നാരും കക്കാൻ പോണ്ട. കട്ടാലും തന്നെ നമ്മളെ ലക്ഷ്യം അതും ആയിരിക്കില്ല. മുസ്ലിയാർ, പെരുമ്പാവൂർ പള്ളിയിലെ മുസ്ലിയാർ കക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ആത്മീയ പുരോഗതിക്ക് പറഞ്ഞിട്ടില്ല. ഇത് കക്കനല്ല ലക്ഷ്യം. ഈ മനുഷ്യന് അവിടെ കിട്ടിയിരുന്ന ബഹുമാനാദരവുകളിൽ ആ മനുഷ്യൻ മതിമറക്കുമോ എന്ന തോന്നലുണ്ടായപ്പോ ഇതിലാലുൻ നഫ്സ്, തന്നെ ഒന്ന് പുച്ഛിക്കാനും നിന്ദിക്കാനും വേണ്ടി കണ്ടെത്തിയ മാർഗം. അവരൊക്കെ അവരുടെ സ്വന്തത്തിന് ആ ഒരു പേര് കിട്ടുന്നതും ആ ഒരു സ്ഥാനമാക്കുന്നതുമാണ് അവരെല്ലാവരും ഇഷ്ടപ്പെട്ടത്. ചരിത്രത്തിൽ എത്ര കാണാം.
റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ല ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരിക്കെ ഒരു പട്ടാളക്കാരൻ പിടിച്ചിട്ട് ചോദിച്ചു, നീ ആരാ? നീ അടിമയാണോ? രൂപവും വേഷമൊക്കെ കണ്ടപ്പോ അടിമയുടെ രൂപം. നീ അടിമയാണോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവർ പറഞ്ഞു, അതെ, ഞാൻ അടിമയാണ്. അടിമകൾ അക്കാലത്ത് ചാടിപ്പോകൽ പതിവുണ്ടായിരുന്നു, യജമാനിൽ നിന്ന് ഓടിപ്പോകൽ പതിവുണ്ടായിരുന്നു. പിടിച്ചു കൊണ്ടുവരലാരാ? ഉദ്യോഗസ്ഥന്മാരും പട്ടാളക്കാരും പോലീസുകാരും. അപ്പോ അടിമയുടെ ഒളിച്ചോട്ടമാണെന്ന് മനസ്സിലാക്കി പിടികൂടിയിട്ട് ചോദിച്ചു, എവിടെയാണ് നിന്റെ വീട്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ല പറഞ്ഞു, എന്റെ വീടോ ശ്മശാനത്തിലെ ഖബറാണ്, പള്ളിക്കാട്ടിലെ ഖബറാണ് എന്റെ വീട്. ഈ മറുപടി കേട്ട് രോഷാകുലനായ പട്ടാളക്കാരൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു, മര്യാദക്ക് പറഞ്ഞോ, എവിടെയാ നിന്റെ വീട്? അപ്പോഴും പറഞ്ഞു, എന്റെ വീട് ശ്മശാനമാണ്, ഖബറാണ് എന്റെ വീട്. ഈ മറുപടി രസിക്കാത്ത പട്ടാളക്കാരൻ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാർ എടുത്ത് ശക്തമായി പ്രഹരിച്ചു ആ മഹാനെ. പ്രഹരത്തിന്റെ ശക്തിയാൽ അവിടുത്തെ തലക്ക് പൊട്ടുപറ്റി, രക്തമൊഴുകി. അറസ്റ്റ് ചെയ്ത് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. പട്ടാളക്കാരൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവരെ അറസ്റ്റ് ചെയ്ത് പട്ടണത്തിലെത്തിച്ചപ്പോ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ അവിടെ തടിച്ചുകൂടി. പട്ടാളക്കാരനോട് ചോദിച്ചു, എന്താണ് സംഭവം? ഉണ്ടായ സംഭവം പറഞ്ഞെടുത്തു. നാട്ടുകാർ അറിയുന്നവർ പട്ടാളക്കാരനോട് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഒരു കാലത്തെ ബൽഹയുടെ ചക്രവർത്തിയായിരുന്ന മനുഷ്യൻ സുഖവും ആഡംബരവും എല്ലാം വലിച്ചെറിഞ്ഞ് ഇതിന്റെയൊക്കെ ഉടമസ്ഥനായ റബ്ബിനെ തേടി ഇറങ്ങി. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? രാജകൊട്ടാരം റബ്ബിന് വേണ്ടി ഉപേക്ഷിച്ച മനുഷ്യൻ, അതാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞെടുത്തപ്പോ പട്ടാളക്കാരൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് മുത്തി മാപ്പ് ചോദിച്ചു. എന്റെ കയ്യിൽ അറിയാതെ സംഭവിച്ചു പോയ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം. മഹാനായ അദ്ഹം റഹിമഹുല്ല പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർഗം തരാന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. ആളുകൾ ചോദിച്ചു, കാര്യമറിയാതെ നിങ്ങളെ അടിച്ച ഈ പട്ടാളക്കാരന് സ്വർഗം കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേ, ഇതെന്തൊരു ദുആ? മഹാനായ അദ്ഹം റഹിമഹുല്ല പറഞ്ഞു, ഇവൻ കാരണമായിട്ട് എനിക്ക് കിട്ടിയതെല്ലാം നേട്ടമാണ്. ഇവൻ കാരണമായിട്ട് എനിക്ക് കിട്ടിയതെല്ലാം നേട്ടമാണ്, റബ്ബിങ്കൽ ഗുണമാണ്, ഉഖറവിയായ സവാബിന് കാരണമാണ്. അതെനിക്കറിയാം. ഇവൻ കാരണം എനിക്ക് ഗുണം കിട്ടും എന്ന ബോധ്യം എനിക്കുണ്ടായിട്ട് പിന്നെ ഞാൻ കാരണം ഇവന് ശിക്ഷ കിട്ടുന്നത് ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും? അവരുടെ മനസ്സ് നോക്ക്. ഇവൻ കാരണം എനിക്ക് ഗുണം മാത്രം ഉണ്ടായത്, ഈ കുറെ ക്ഷമിക്കാനും സഹിക്കാനും പറ്റിയില്ലേ? അല്ലേ? ക്ഷമ കൊണ്ട് എന്താ കിട്ടുക? സ്വർഗമല്ല കിട്ടുക, സ്വർഗം അല്ല കിട്ടുക. ക്ഷമ കൊണ്ട് എന്താ കിട്ടുക? സ്വർഗമല്ല കിട്ടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹുവിനെ കിട്ടും, മഅയ്യത്ത് കിട്ടും. നീ എന്തിനാടാ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? ആരാ പറയുന്നത്? ഒരാൾ പറയുന്ന, നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? എന്തിനും നിന്റെ കൂടെ ഇല്ലേ? മഅയ്യത്താണ്, അല്ലാഹുവിന്റെ മഅയ്യത്താണ്. റബ്ബിനെ കൂടെ കിട്ടും. ഈ റബ്ബിനെ കൂടെ കിട്ടാനുള്ള ഒരു അവസരല്ലേ ഈ അടിയിലൂടെ എനിക്ക് നീ തന്നത്, ഇവൻ തന്നത്? അതെനിക്കറിയുന്ന സ്ഥിതിക്ക് ഞാൻ കാരണം അവൻ ശിക്ഷിക്കപ്പെടുകയോ പാടില്ല. ഭ്രാന്തനെ പോലെ നടന്ന മഹാനായ ഉവൈസുൽ ഖറനിയെ കൊച്ചുകുട്ടികൾ കാണുമ്പോൾ കല്ലുകൊണ്ടെറിയുമ്പോ കുട്ടികളോട് എന്താ പറയാ? യാ ഇഖ്വതാ, എന്റെ കൊച്ചനിയന്മാരെ, ഇൻകാന വലാ ബുദ്ദ ഫർമൂനി ബിസ്സിഗാർ, നിങ്ങൾ എറിഞ്ഞോളൂ, പക്ഷെ വലിയ കല്ലുകൊണ്ട് എറിയരുത് കേട്ടോ. വലിയ കല്ലുകൊണ്ട് എറിഞ്ഞാല് എന്റെ അവയവങ്ങൾക്ക് കേടുപറ്റിയാല് എനിക്ക് ഇബാദത്തിനും ത്വാഅത്തിനും റബ്ബിലേക്കുള്ള യാത്രക്കും അത് തടസ്സാകും, ഞാൻ മുടക്കാച്ചരക്കായി കിടന്നാല്. അതുകൊണ്ട് കൊച്ചു കല്ലുകൊണ്ട് എറിഞ്ഞോളൂ നിങ്ങൾ. ഇതൊക്കെ ഇവരെ ഇങ്ങനെ ചെയ്തത്. മുസ്ലിയാരെ കുറെ ചരിത്രം പറഞ്ഞല്ലോ, ഇതൊക്കെ വാറോലകളല്ലേ, കെട്ടുകഥകളല്ലേ? അല്ല, ജ്ഞാനികൾ ഇതെല്ലാം പഠിച്ചതും പ്രവർത്തിച്ചതും ഖുർആനിൽ നിന്നാണ്, ഹദീസിൽ നിന്നാണ്. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഉണ്ടാകേണ്ട യോഗ്യത അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ യോഗ്യതയിൽ ഇതൊക്കെ ഉണ്ട്. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം, ഒന്നതാണ്. അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഭയക്കാതിരിക്കുക. അല്ലാഹ്ക്ക് വേണ്ടി ഒരാളെയും പേടിക്കാതിരിക്കുക. പടച്ചോന് വേണ്ടി ആക്ഷേപം പേടിക്കരുത്, പടച്ചോന് വേണ്ടി ഒരു നഷ്ടവും പേടിക്കരുത്. അല്ലെ? ഇന്നിപ്പോ കാര്യം പറഞ്ഞാൽ അന്നം മുട്ടുന്ന് തോന്നുമ്പോ ഏത് പണ്ഡിതനും റിവേഴ്സ് അടിക്കുക. അല്ലെ?
ഒരു കഥയിലുണ്ട്, മൊയ്‌ലിയരുട്ടി നാട്ടിലെ പ്രസിദ്ധനായ പലിശക്കാരന്റെ വീട്ടിലാ ഭക്ഷണം. നാട്ടിലെ പ്രസിദ്ധനായ പലിശക്കാരന്റെ വീട്ടിലാണ് മൊയ്‌ലിയരുട്ടിക്ക് ശാപ്പാട്. അപ്പൊ അവിടെ പോയി ഭക്ഷണം കഴിക്കൂ. കുട്ടിക്കറിയാ സംഗതി ഇക്കാക്കാന്റെ ഇടപാട് അതാണ്. പക്ഷെ മൊയ്‌ലിയരുട്ടി പോവല്ല, എന്താ ചെയ്യാ, പള്ളി കമ്മിറ്റി പറഞ്ഞയക്കല്ലേ, പോയി ഭക്ഷണം കഴിക്കുക. അപ്പോഴാണ് ഒരിക്കൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മൊയ്‌ലിയരുട്ടിനോട് ആ വീട്ടിലെ ഉമ്മാമ വന്ന് ചോദിച്ചത്, അല്ല മൊയ്‌ലിയാരെ, നാട്ടില് എന്റെ മോന് പലിശ കച്ചവടക്കാരനെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. എന്റെ പൊന്നുമോനോട് ചോദിച്ചാ പൊന്നുമോൻ പറയുന്നത് ഞാൻ വെറും കച്ചവടക്കാരൻ മാത്രമാണ് ഉമ്മച്ചി, അല്ലാതെ ഇതൊരു ബിസിനസ് മാത്രമാണ്, വേറെ എനിക്ക് പലിശയൊന്നുമില്ല. സത്യത്തിൽ മൊയ്‌ലിയാരെ ഇതെന്താ സംഭവം? മൊയ്‌ലിയാര് കുടുങ്ങി. രണ്ടും പറയാൻ പറ്റും. ഇത് പലിശയാണ്, ഇത് ഇടപാട് ശരിയല്ല എന്ന് മൊയ്‌ലിയാര് പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന ചോറിന്റെ കാര്യം വലിമുട്ടും. എന്നത് ശരിയാന്ന് പറഞ്ഞാലോ അതും മൊയ്‌ലിയർക്ക് പറ്റൂല്ലോ. മൊയ്‌ലിയരുട്ടി വളവനായിരുന്നു. മൊയ്‌ലിയരുട്ടി മുന്നിൽ കണ്ട അച്ചാർ പാത്രത്തിൽ ഒന്ന് കൈയിട്ടിട്ട് നാക്കിൽ തോണ്ടിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല. മൊയ്‌ലിയര് പറഞ്ഞ അച്ചാറ് കുഴപ്പമില്ലാന്നാ. ഇത്താത്ത കേട്ടത് മകന്റെ ഇടപാട് കുഴപ്പമില്ലാന്നാ. ഈ വക ഇടപാട് അല്ലെ, ഈ ഇങ്ങനെ റിവേഴ്സ് അടിക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ, ഈ ആളുകളൊക്കെ പോയ തലത്തിൽ എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച യോഗ്യത, ഈമാൻ ശക്തിപ്പെടാൻ ഉണ്ടാകേണ്ട യോഗ്യതകൾ എണ്ണിപ്പറഞ്ഞ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ളത് കൂടെ പറഞ്ഞിട്ട് ഈ വിഷയം അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. ദിസ് പ്രോഗ്രാം സ്പോൺസേഡ് ബൈ മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ. പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേളം മെൻ സ്റ്റുഡിയോ, മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ.